ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജനെ പിന്തുണച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യങ്ങൾ ഇ പി ജയരാജൻ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. വിവാദമുണ്ടാക്കിയത് മാധ്യമങ്ങളെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് UDF-നെയും BJP-യെയും സഹായിക്കാനുള്ള ഗൂഢാലോചനയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഇ പി ജയരാജന്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടുവന്ന വാർത്ത പ്രകാശനം ചെയ്യുന്നു. ഒരാളൊരു പുസ്തകം എഴുതിയാൽ ആ പ്രകാശന ചടങ്ങിൽ അയാൾ വേണ്ടേ, അല്ലെങ്കിൽ അയാൾ അറിയണ്ടേ? ജയരാജൻ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഞാനൊരു ആത്മകഥ എഴുതുന്നുണ്ടെന്നുള്ളത് ശരിയാണ്, അത് ആർക്കും കൊടുത്തിട്ടില്ല, ആരെയും പ്രസിദ്ധീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം പറയുന്നു ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ ആ പുസ്തകത്തിൽ എഴുതാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇതേവരെ എഴുതിയ ഭാഗത്തൊന്നുമില്ല. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു, ആ ദിവസം നോക്കി സൂക്ഷ്മമായി ഈ വാർത്ത മെനഞ്ഞെടുക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിവാൽ കൂടുതൽ വിവരങ്ങൾ നൽകും. മനീഷ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്ന് ഇ പി ജയരാജൻ നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. പാർട്ടി EP-ക്കൊപ്പം എന്ന് സംസ്ഥാന സെക്രട്ടറി വിശദീകരണം നൽകി മാധ്യമങ്ങളെ കണ്ടപ്പോൾ. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിവാദം ഒരു ഗൂഢാലോചനയാണ്, ഉപതെരഞ്ഞെടുപ്പ് ദിവസം UDF-നെയും BJP-യെയും ഒക്കെ സഹായിക്കാനാണ്, മാധ്യമങ്ങൾക്ക് വലിയ വിമർശനമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൂടുതലായി പറഞ്ഞത്? വിജയകുമാർ, ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ CPM-ന്റെ പുതിയ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ എത്തിയതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവിടെ വെച്ചാണ് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം തൻ്റെ നിലപാട്, അല്ലെങ്കിൽ EP വിഷയത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ നിലപാട് അറിയിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് ശേഷമാണത്. പാർട്ടി നിലപാട് നേരത്തെ തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നു, ഇ പി ജയരാജനെ അവിശ്വാസമില്ല, ആത്മകഥ എഴുതുന്നത് സംബന്ധിച്ച് ആർക്കും താൻ കരാർ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം നേരത്തെ പാർട്ടി നിലപാട് അറിയിച്ചിരുന്നു. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇന്ന് നിലപാട് ഇന്ന് തൻ്റെ പ്രതികരണം അറിയിക്കുമ്പോൾ അദ്ദേഹം വിമർശിക്കുന്നത് മാധ്യമങ്ങളെ മാത്രമല്ല, ഈ പ്രസാധകരെ കൂടിയാണ്. കാരണം DC ബുക്സിനെതിരെ കൂടി അദ്ദേഹം തന്റെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പ്രസിദ്ധീകരണശാല പുസ്തകത്തിന്റെ സാധാരണ രീതിയിലുള്ള ഒരു പ്രസാധനമല്ല ഉദ്ദേശിച്ചത്. EP പറയുന്ന വിവാദമായ വിഷയങ്ങൾ താൻ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, അങ്ങനെ എഴുതാൻ ഒരു കരാറ് പോലും താൻ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഈ പ്രസാധകർ അതൊരു അച്ചടിച്ച രീതിയിലല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അച്ചടിച്ച രീതിയിലല്ല, അതൊരു വാട്സപ്പ് മാർഗം, അത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ PDF ഫയലാണ്, ആ രൂപത്തിൽ എങ്ങനെ അവർക്കത് പുറത്തേക്ക് കൊടുക്കാൻ സാധിക്കും? അതുകൊണ്ട് തന്നെയാണ് അതിനൊരു ഗൂഢാലോചനയുണ്ട്. പ്രത്യേകിച്ചും ആ ദിവസം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ്. അന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു കുപ്രചരണം അല്ലെങ്കിൽ വ്യാജ പ്രചരണം നടത്തുന്നതിന് പിന്നിൽ BJP-യെയും UDF-നെയും സഹായിക്കാനാണെന്ന് പറയുന്നു. ഇ പി ജയരാജനെ തങ്ങൾക്ക് വിശ്വാസമാണെന്ന പാർട്ടി നിലപാട് ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ച് പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് രൂക്ഷ വിമർശനം ഉള്ളതുപോലെ തന്നെ ഈ സരിൻ വിഷയത്തിൽ, അതായത് സരിൻ ഒരു വയ്യാവേലിയാകുമെന്നുള്ള പരാമർശം ആ ആത്മകഥയിൽ ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില കാര്യങ്ങൾ പറയുന്നത്, സരിനെ പറ്റി ചോദിച്ചിരുന്നു, സരിനെ അറിയാമോ, സരിനെ പറ്റിയുള്ള കാര്യങ്ങൾ EP-യോട് ചോദിച്ചിരുന്നു. സരിൻ പുതിയതായി വന്ന ഒരാളാണ്, മിടുക്കനാണ്, അതുപോലെ തന്നെ തനിക്ക് അറിയാൻ മേലാത്ത, അതായത് സരിനെ പറ്റി തനിക്ക് കാര്യമായി ഒന്നും അറിയില്ല, അങ്ങനെ കാര്യമായി അറിയാത്ത ഒരാളെ പറ്റി താൻ എന്തിനാണ് വിമർശനം ഉന്നയിക്കുന്നതെന്ന് EP നിഷ്കളങ്കമായി പറഞ്ഞു എന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ വലിയ ആളിക്കത്തിയ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ സർക്കാരിൽ മറ്റൊരു ചേരിയില്ല. EP-യെ പാർട്ടിയും സർക്കാരും അവിശ്വസിക്കുന്നില്ല. ഈ ആത്മകഥാ വിവാദത്തിൽ ഉറച്ചു നിൽക്കുന്ന നിലപാട് തന്നെ എടുക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാകുന്നത്. വിജയകുമാർ. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൽ മാധ്യമങ്ങളെ മാത്രമല്ല ലക്ഷ്യം വയ്ക്കുന്നത്, ഈ പുസ്തക പ്രസാധകശാല DC ബുക്സിനോടും ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. സാധാരണഗതിയിലുള്ള ഒരു പ്രസാധനമായിരുന്നില്ല അവർ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പല ചോദ്യങ്ങളുമുണ്ട്. എന്താണ് അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ഇനി DC ബുക്സിന് നൽകാനുള്ളത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. കൂടുതൽ പറയാനില്ല എന്ന നില രവി DC വിശദീകരിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഈ ഗൂഢാലോചനയുടെ ഒരു പ്രതിക്കൂട്ടിൽ DC ബുക്സിനെ കൂടി നിർത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ആലപ്പുഴയിൽ സംഘടിപ്പിച്ച CPM പരിപാടിയിൽ. ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജന്റെ വിശദീകരണം വിശ്വാസത്തിലെടുത്ത് CPIM. വിവാദം പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നും ഇ പി ജയരാജനോട് വിശദീകരണം ചോദിക്കില്ലെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിച്ചു. വിവാദത്തിൽ ഇ പി ജയരാജന്റെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി.
LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ഇതാദ്യമായാണ് EP ജയരാജൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തത്. ആത്മകഥാഭാഗങ്ങൾ എന്ന പേരിൽ പുറത്തു വന്നത് തൻ്റേതല്ലെന്നാണ് EP ജയരാജന്റെ വിശദീകരണം. തന്നെ തകർക്കാൻ ശ്രമം നടക്കുന്നതായും ജയരാജൻ സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ EP തള്ളാതെയാണ് CPIMന്റെ പരസ്യ നിലപാട്. ഇതിലിപ്പോൾ ജയരാജൻ എന്ത് ചെയ്തു? ജയരാജന്റെ പേരുപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിക്കും, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തെറ്റാണ് എന്നല്ലേ പറയാൻ സാധിക്കുള്ളൂ. അതല്ലേ ജയരാജൻ തന്നെ പറഞ്ഞത്, നിയമപരമായ നടപടി സ്വീകരിക്കുന്നു. ആത്മകഥാ വിവാദം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയോ എന്ന ചോദ്യത്തിന് MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ: പാർട്ടിക്ക് ഒരു പ്രതിരോധമില്ല. ഇതെല്ലാം പാർട്ടി നേരിട്ടുകൊണ്ടല്ലേ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു പ്രതിരോധത്തിനെയും പ്രശ്നമില്ല. നിങ്ങളിങ്ങനെ പദം പറഞ്ഞ് പാർട്ടി എല്ലാ കാലത്തും പ്രതിരോധത്തിലേക്ക് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൂർത്തിയാകും മുൻപേ EP ജയരാജൻ മടങ്ങി. ഇതിനിടെ EP ജയരാജന്റെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ആവശ്യമെങ്കിൽ EP ജയരാജനിൽ നിന്ന് മൊഴിയെടുക്കാനാണ് പോലീസ് തീരുമാനം. 24 തിരുവനന്തപുരം. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ചൊവ്വാഴ്ച വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് LDF UDF മുന്നണികൾ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ നടത്തുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. ഇന്ന് രാത്രിയിൽ UDF പ്രതിഷേധ പ്രകടനങ്ങളും നടത്തും. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ, പുനരധിവാസം വൈകുന്നതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി നവംബർ മാസം 19-ാം തീയതി കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി UDF ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതിഷേധ പ്രകടനങ്ങൾക്ക് മുന്നണിയായും കക്ഷികളായും പലയിടത്തും ഇന്ന് UDF പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. കേരളം ഇന്ത്യക്ക് പുറത്താണോ എന്ന ചോദ്യവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്താണ് കേരളത്തിന് കുഴപ്പം? നാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ കേന്ദ്രം സഹായിച്ചില്ല. കേരളത്തെ അറിയാവുന്ന മറ്റു രാജ്യങ്ങളുടെ സഹായം സ്വീകരിക്കാൻ തുനിഞ്ഞപ്പോൾ അതും മുടക്കി. നാട് തകരട്ടെ എന്ന് കോൺഗ്രസ് നിലപാടെടുത്തുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. വയനാടിൽ പ്രത്യേക സഹായമാണ് ആവശ്യം. പ്രത്യേക ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ പ്രത്യേകമായ ടൗൺഷിപ്പ് നിർമ്മിക്കണം. ഇപ്പൊ വന്നിടത്തോളം സൂചന വെച്ചെന്താ? ഒന്നുമില്ല എന്നത്. നമ്മുടെ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനം എത്രത്തോളം വിവേചനപൂർണമായതാണ് എന്താണ് നാം കാണേണ്ടത്. നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഈ രാജ്യത്തിന് വേണ്ടി വലിയ തോതിൽ സംഭാവന ചെയ്യുന്ന ഒരു നാടാണ് കേരളം. അത് കേന്ദ്രം മറക്കരുത്. അതുമാത്രമാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിലും പറയാനുള്ളത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFന്റെ നൈറ്റ് മാർച്ച് ഇപ്പോൾ വയനാട്ടിൽ നടക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, ഹർത്താലിന് LDFും UDFും ആഹ്വാനം ചെയ്തു. ഇന്ന് തന്നെ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ LDFന്റെ നൈറ്റ് മാർച്ച്, UDF പോസ്റ്റ് ഓഫീസ് മാർച്ച് രാത്രിയിൽ വൈകിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രതിഷേധം ശക്തമാവുകയാണോ ആ മേഖലയിൽ? തീർച്ചയായും ഇന്നലെ മുതൽ തന്നെ പ്രതിഷേധം തുടങ്ങിയിരുന്നു. ഇന്നലെ DYFI ആണ് ആദ്യം പ്രതിഷേധവുമായി രംഗത്ത് വന്നത്, വിജയകുമാർ. ഇതിനുശേഷം ഇന്ന് UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തു. UDF 19-നാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. അന്ന് പോസ്റ്റ് ഓഫീസുകളിലേക്ക് 3 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും പോസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്താൻ അന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് രാത്രി UDF പ്രതിഷേധ പ്രകടനങ്ങൾക്കും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ LDFും സമാനമായ രീതിയിലുള്ള സമരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. LDF ഇന്ന് നൈറ്റ് മാർച്ച് നടത്തുകയാണ്. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഗൂഡലായി വരെയാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ആ മാർച്ച് തുടരുകയാണ്. LDFന്റെ നേതാക്കൾ CK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള മുൻ MLA ഉൾപ്പെടെയുള്ളവരുടെ നേതാക്കളുടെ നീണ്ട നിര കാണാം. എന്തായാലും നൈറ്റ് മാർച്ച് ഇപ്പോഴും തുടരുകയാണ്. പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് LDF എത്തിയിട്ടുള്ളത്. 19-ാം തീയതി ഹർത്താൽ ആചരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഹർത്താൽ നടത്താനാണ് ഇപ്പോൾ നിലവിൽ LDFും ആലോചിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ജനകീയ ഹർത്താലിന്റെ സ്വഭാവത്തിലേക്ക് ഈ സമരത്തെ മാറ്റാനുള്ള ശ്രമമാണ് ഇരു മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കടകമ്പോളങ്ങൾ അടച്ചും അതോടൊപ്പം തന്നെ മറ്റ് അവശ്യ സർവീസുകൾ ഒഴിവാക്കി കടകമ്പോളങ്ങൾ അടയ്ക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വാഹനങ്ങൾ നിരത്തിലിറക്കാതെ ഈ സമരത്തോട് സഹകരിക്കണമെന്നുള്ള ആവശ്യം കൂടി LDFും UDFും ഒരുപോലെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ശക്തമായ രീതിയിലുള്ള സമരം, ശക്തമായ രീതിയിലുള്ള ഇടപെടൽ അത് നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇരു മുന്നണികളും തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ നൈറ്റ് മാർച്ച് അടക്കമുള്ള സമരങ്ങളിലേക്ക് LDF എത്തിയിരിക്കുന്നത്. UDFും സമാനമായ രീതിയിൽ മണ്ഡലം തലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തണമെന്നുള്ള ആഹ്വാനം UDF ഉന്നയിച്ചിട്ടുണ്ട്. വിജയകുമാർ.
യെസ്, വയനാട്ടിൽ ഇടതുമുന്നണിയുടെ നൈറ്റ് മാർച്ച് നടക്കുന്നു. UDFന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. 19-ന് LDFും UDFും പ്രത്യേകം ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സ്വമേധയാ ജനങ്ങൾ ഹർത്താലുമായി സഹകരിക്കണം എന്നാണ് UDF നേതാക്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. മുഖ്യമന്ത്രി കേന്ദ്ര തീരുമാനത്തിനെതിരെ, കേന്ദ്രത്തിന്റെ പുതിയ വിശദീകരണത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് നൽകാൻ കഴിയുന്ന തുകയുടെ കാര്യം ഈ മാസം തന്നെ കോടതിയെ അറിയിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഫണ്ടുണ്ട് എന്ന വാദം ഹൈക്കോടതിയിൽ കേന്ദ്രം ആവർത്തിച്ചു. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല എന്ന് സംസ്ഥാനം ഹൈക്കോടതിയെ അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ അയച്ച കത്ത് സംസ്ഥാനം കോടതിയിൽ സമർപ്പിച്ചു. അപകടം നടന്ന് 4 മാസം പിന്നിട്ടിട്ടും അടിയന്തര സഹായം പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറായില്ല. ഇനി സഹായം അനുവദിക്കില്ലെന്ന് കത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചു. കത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് കേന്ദ്രത്തോടും വിശദീകരണം തേടി. ദുരന്തത്തിന്റെ വ്യാപ്തി നിശ്ചയിക്കാനുള്ള ഉന്നതതല സമിതി യോഗം ചേർന്നിട്ടില്ല. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസിന് കേന്ദ്രം അയച്ച കത്തിനെക്കുറിച്ച് പരിശോധിക്കുമെന്നും കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. വയനാട് പുനരധിവാസ പദ്ധതിക്കായി സംസ്ഥാന സർക്കാരിന്റെ പക്കൽ ആവശ്യത്തിന് തുകയുണ്ടെന്ന് കേന്ദ്രം ആവർത്തിച്ചു. കേസ് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. ദുരിതബാധിതർക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം 1 മാസം കൂടി തുടരും. 24 കൊച്ചി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. തസ്കര ഭീതിയിൽ നാട്. ആലപ്പുഴ പുന്നപ്പുഴയിൽ വീണ്ടും കുറുവാ സംഘമെന്ന് സംശയിക്കുന്ന മോഷ്ടാക്കൾ. ഇന്നലെ രാത്രി പുന്നപ്പുഴ തൂക്കുകുളത്താണ് മോഷ്ടാവിനെ കണ്ടത്. മുഖം മറച്ച് ശരീരം നിറയെ എണ്ണ തേച്ച മോഷ്ടാവിനെ പ്രദേശവാസിയായ യുവാവ് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. തുടർച്ചയായ 4ാം ദിവസമാണ് ആലപ്പുഴ ജില്ലയുടെ വിവിധ മേഖലകളിൽ മോഷ്ടാക്കൾ എത്തുന്നത്. മോഷണ പരമ്പരകൾക്ക് പിന്നിൽ കുറുവാ സംഘമാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നെ കഴുത്തിൽ വിളിച്ചിട്ട് കളരികളിൽ ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ കാല് ചവിട്ടി ഇരുത്തുകയാണ് ചെയ്തത്. ഞാൻ ഇരുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ വഴുതി പോകണം. അപ്പോൾ എന്തോ എടുക്കാൻ പോകണ പോലെ എനിക്ക് തോന്നി. പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു കൈ കൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഇതുകൊണ്ടാണ് ഈ ദള യൂസ് ചെയ്ത് ഇടിച്ചത്. ഞാൻ ഇടിച്ചപ്പോഴാണ് അയാളുടെ മൂക്ക് മുറിഞ്ഞിട്ടുണ്ടല്ലോ. അല്ല ഞാൻ അപ്പോഴാണ് അയാൾ തിരിഞ്ഞപ്പോഴാണ് ഫേസ് ഞാൻ കണ്ടത്. കഴിഞ്ഞ രാത്രി തൂക്കുകുളത്ത് 2 പവന്റെ മാല നഷ്ടപ്പെട്ട മനോഹരന്റെ വീട്ടിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ മാറി പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 3ാം വാർഡിലാണ് ഇന്നലെ രാത്രി മോഷ്ടാവിനെ കണ്ടത്. ഓയിലായിരുന്നു, പിടിച്ചാൽ നമുക്ക് നിൽക്കുന്നില്ല. കയ്യിൽ നിന്ന് വഴുതി ഇപ്പോൾ കൊണ്ടുപോയി. മുഖം മറിച്ചിട്ടുണ്ട്. ഒരു പാൻറ്റ് പോലെ, ഇത് ഇത്രയുള്ളൊരു പാൻറ്റ് പോലെ ഇടുന്നു. ആളെ മുഖം ഞാൻ നേരിട്ട് ആ മൂക്കിലിടിച്ച, ഞാൻ ഇടിച്ച ഇടിയിലായിട്ട് മൂക്ക് മുറിഞ്ഞിരുന്നു. കഴിഞ്ഞ രാത്രികളിൽ ജനൽ വഴി വീടിനുള്ളിലേക്ക് ടോർച്ചടിച്ചതായും രാത്രികാലങ്ങളിൽ മതിൽ ചാടുന്ന ശബ്ദം കേട്ടതായും നാട്ടുകാർ. മോഷ്ടാവിൻ്റെതെന്ന് സംശയിക്കുന്ന ഗ്ലൗസും കണ്ടെത്തി. 2 ഗ്ലൗസും അവിടെ 2 സ്ഥലത്തായിട്ട് കിടക്കുന്നത് കണ്ടു. ഞങ്ങളവിടെ തൊഴിലുറപ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തായിരുന്നു. അപ്പം ഇന്നലെയൊന്നും ഇല്ലായിരുന്നു. കുറുവാ സംഘത്തിൻ്റെതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ ജനങ്ങൾ ഭീതിയിലാണ്. ഉറക്കമില്ല, ഞങ്ങൾക്ക് ഉറക്കമില്ല. ഇന്നലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ജനലെ വന്ന് ടോർച്ചടിച്ച് കഥകെ കൊട്ടുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ട് കിടന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. പുന്നപ്രയിലും മണ്ണഞ്ചേരിയിലും പോലീസും യുവാക്കളും അടങ്ങിയ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് രാത്രികാല പരിശോധന തുടങ്ങി. ഇതിനിടെ മോഷ്ടാവെന്ന് നാട്ടുകാർ സംശയിച്ച തമിഴ്നാട് തെങ്കാശി സ്വദേശിയെ ആലപ്പുഴ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്ക് മോഷണ സംഭവങ്ങളുമായി ബന്ധമില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ വിട്ടയച്ചു. മോഷണ പരമ്പരകളിൽ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ച 7 അംഗ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 ആലപ്പുഴ. കുറുവാ സംഘത്തെ എത്രയും വേഗം പിടികൂടണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് KC വേണുഗോപാൽ MP. പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തണം. മോഷണ സംഘം ജനങ്ങളുടെ സ്വൈര്യജീവിതം തകർക്കുന്നു. ജനങ്ങൾ കഴിയുന്നത് ഭീതിയോടെയാണെന്നും KC വേണുഗോപാൽ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം വേണം ഈ കേസുകളുടെ അന്വേഷണത്തിന് എന്നാണ് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ അടുത്ത പ്രധാന റിപ്പോർട്ടിലേക്ക് പോകുന്നു. പാലക്കാട്ട് ഇരട്ട വോട്ട് വിവാദം. കേരളപ്പോര് പവേർഡ് ബൈ KLM Maxima ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. co-sponsored by Bima Jewels 100th Anniversary Super Surprise.
പാലക്കാട്ടെ ഇരട്ട വോട്ട് ആരോപണം ജില്ലാ കളക്ടർ അന്വേഷിക്കും. അന്വേഷണത്തിന്റെ ഭാഗമായി കളക്ടർ BLOമാരിൽ നിന്ന് വിശദീകരണം തേടി. BJP ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന് ഇരട്ട വോട്ടുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ സമ്മതിച്ചു. ഇരട്ട വോട്ടിൽ നടപടിയില്ലെങ്കിൽ 18-ന് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇരട്ട വോട്ടാണ് പാലക്കാട്ടെ പ്രധാന ചർച്ചാ വിഷയം. BJPയെയും UDFനെയും ലക്ഷ്യം വെച്ച് CPIM ഉന്നയിച്ച ആരോപണമാണ് കത്തിപ്പടരുന്നത്. 2700 വോട്ട് വ്യാജമായി ചേർത്തുവെന്നാണ് ആരോപണം. എല്ലാ കോണുകളിൽ നിന്നും ആരോപണം വന്നതോടെയാണ് അന്വേഷണത്തിന് ജില്ലാ കളക്ടർ നിർബന്ധിതമായത്. അന്വേഷണത്തിന്റെ ഭാഗമായി BLOമാരിൽ നിന്ന് വിശദീകരണം തേടി. ഇരട്ട വോട്ടെടുപ്പ് ദിവസം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ കരുതൽ നടപടി വേണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശമുണ്ട്. BJP ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന് പട്ടാമ്പിയിലും പാലക്കാട്ടും വോട്ടുണ്ടെന്ന് കോൺഗ്രസ് ആരോപണം NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ സമ്മതിച്ചു. റിമൂവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഒഴിവാക്കേണ്ടതാരാ? ഒരാൾക്ക് അപേക്ഷ കൊടുക്കാനേ കഴിയുള്ളൂ. അത് അന്വേഷണം നടത്തി ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർ വലിയ വീഴ്ചയാണ്. ഇരട്ട വോട്ടിനെ പറ്റി അന്വേഷിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തെ CPIM സ്വാഗതം ചെയ്തു. എന്നാൽ അന്വേഷണം പ്രഹസനമാകാൻ പാടില്ലെന്നാണ് CPIM നിലപാട്. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രചാരണം സമാപിക്കുന്ന ദിവസം ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് തീരുമാനം. ബോധപൂർവം വ്യാജ വോട്ട് ചേർത്തുന്നതിന് വേണ്ടി മുൻകൂട്ടി തന്നെ കോൺഗ്രസും BJPയും നേതൃത്വം കൊടുത്തു എന്നുള്ളത് അതീവ ഗൗരവതരമാണ്. ഡോക്ടർ P സരിന് പാലക്കാട്ട് വോട്ടുള്ളത് UDFും BJPയും പ്രചരണ വിഷയമാക്കുന്നുണ്ട്. എന്നാൽ സരിന്റെ ഭാര്യ സൗമ്യയുടെ ഉടമസ്ഥയിലുള്ള വീട്ടിലാണ് വോട്ട് ചേർത്തിരിക്കുന്നതെന്നാണ് CPIMന്റെ വിശദീകരണം. 24 പാലക്കാട്. അതേസമയം പാലക്കാട്ട് LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിനെതിരെ വ്യാജ വോട്ട് ആരോപണം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഡോക്ടർ P സരിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വ്യാജമായി നൽകിയത് BJP ഭരിക്കുന്ന നഗരസഭയാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. എന്നാൽ ആരോപണത്തിന് മറുപടിയുമായി ഡോക്ടർ P സരിനും ഭാര്യ ഡോക്ടർ സൗമ്യ സരിനും രംഗത്തെത്തി. അധിക്ഷേപം തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇരുവരും പറഞ്ഞു. അദ്ദേഹം ചേർത്ത വോട്ട് വ്യാജ വോട്ടാണ്. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. 6 മാസം തുടർച്ചയായിട്ട് താമസിച്ചാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അദ്ദേഹം 3 മാസം പോലും ആയിട്ടില്ല ഇവിടുത്തെ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ഒരു വീടുണ്ടായിരുന്നു, അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ്. അവിടെ അദ്ദേഹം താമസിച്ചിട്ടില്ല. ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് ധരിച്ചു വെച്ചത് അതാണ് എൻ്റെ വീട് എന്നും അവിടെ ഞാൻ താമസം തുടങ്ങിയിട്ട് 2 മാസമോ 3 മാസമേ ആയിട്ടുള്ളൂ എന്നുള്ളതുമാണ്. എങ്കിൽ ഇവിടെ ഞാൻ താമസിച്ചിരുന്ന കാലയളവ് എത്രയാണെന്ന് അദ്ദേഹത്തിന് വന്ന് ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ ചോദിച്ചറിഞ്ഞ് ബോധ്യപ്പെടുകയോ ഒക്കെ ചെയ്യാം. 2018 ഈ കാണുന്ന വീട് ഞാൻ വാങ്ങുന്നത്. ഞാൻ എൻ്റെ പേർക്ക് വാങ്ങിയ ആദ്യത്തെ പ്രോപ്പർട്ടിയും ഒരേ ഒരു പ്രോപ്പർട്ടിയും എനിക്കുള്ള ആകെ ഉള്ള ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഈ കാടാങ്കോടുള്ള ഈ വീടാണ്. പാലക്കാട് ബൈ ഇലക്ഷൻ വരുന്നു, എൻ്റെ ഭർത്താവ് അന്ന് ഇവിടെ ഇങ്ങനെ കാൻഡിഡേറ്റ് ആവുമെന്നൊക്കെയുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഊഹിച്ചിട്ട് ആരും വീട് വാങ്ങില്ലല്ലോ. വാർത്താമഴ തുടരുന്നു. അഗ്രഹാര വീതിയിൽ അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം. 3 ദിവസങ്ങളിലെ രഥപ്രയാണം പൂർത്തിയാക്കി ദേവരഥങ്ങൾ തേരുമുട്ടിയിൽ സംഗമിച്ചു. ചാറ്റൽ മഴയ്ക്കിടയിലും 6:45ഓടെയാണ് ചടങ്ങുകൾ പൂർത്തിയായത്. തേരിലേറിയ ദേവതകളെ കണ്ടു തൊഴാൻ 10,000-ങ്ങളാണ് കൽപ്പാത്തിയിലെത്തിയത്. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.